ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടിക്കറ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാനും ഏട്ടനും കൂടി ഒരു ഫിലിമിന് വന്നതാണ് കേട്ടോ. കണ്ണൂർ സവിത ഫിലിം സിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നുണക്കുഴി മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല മൂവിയാണെന്ന് കുറേ പറയുന്നത് കേട്ടു. നമ്മൾ സിനിമക്ക് പോയിട്ടുണ്ടല്ലോ, നിച്ചൂട്ടി വന്ന ശേഷം നമ്മൾ പോയിട്ടേയില്ല. നിച്ചൂട്ടി വന്ന ശേഷം എന്നല്ല, പ്രഗ്നൻ്റ് ആയ ശേഷം പോയിട്ടില്ല. ഒരു 4-4.5 വർഷത്തോളമായി ഒരു സിനിമക്ക് പോയിട്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഏട്ടനും ഒരു സിനിമയും മിസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. എല്ലാ സിനിമ ഇറങ്ങുന്ന സിനിമയെല്ലാം പോയിട്ട് കാണുന്നതാണ്. പ്രഗ്നൻ്റ് ആയ ശേഷം പോയിട്ടേ ഇല്ല. കൊറോണ ടൈമൊക്കെ ആയിരുന്നില്ലേ. അത് കഴിഞ്ഞ് പിന്നെ നിച്ചൂട്ടി വലുതായ ശേഷവും ഒക്കെ ബോറടിക്കും, അതിൻ്റെ ഉള്ളിൽ കയറിയ ബഹളം ഉണ്ടാക്കുമോ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ടേ ഇല്ല. കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നിച്ചൂട്ടിനെ അംഗനവാടിയിൽ വിട്ടിട്ട് നേരെ അങ്ങ് പോയതാണ്. അപ്പോൾ കയറുന്നതിന് മുന്നേ ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് സിനിമ കാണാനുള്ളത് മസ്റ്റാണല്ലോ. വലതുകാലം വെച്ച് കയറിക്കാം കേട്ടാ. ഈ രാവിലത്തെ ഷോന് ഫസ്റ്റ് തിയേറ്ററിനുള്ളിലേക്ക് കയറിയത് നമ്മളാണ് കേട്ടോ. ഞാനും ഏട്ടനും വലതുകാലം വെച്ചിട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാർ നല്ല കുറവാണെന്ന് വിചാരിച്ചിട്ട് പോയത്. പക്ഷെ വലിയ കുഴപ്പമില്ല, കുറച്ചധികം ആൾക്കാരുണ്ടായിനി. അപ്പോൾ ഏതായാലും നമ്മൾ സിനിമ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിലിം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഫിലിമൊക്കെ കഴിയുമ്പോഴേക്ക് 2:30 സമയം. നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ പഫ്സെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ചോറ് ഇന്നത്തതിൻ്റെ വിശപ്പ് ഉണ്ടായിന്. അപ്പം നേരെ ആനന്ദഭവനിലേക്ക് വിട്ടിട്ട് ഫുഡും കഴിച്ച് നമ്മൾ ബൈക്കിലാണേ വന്നത്. അതുകൊണ്ട് ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫിലിമിനെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. ചടപടേന്നായിരുന്നു. സിനിമ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നല്ല തിരക്ക്. അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഫുഡ് കഴിച്ച് നേരെ നമ്മൾ ബൈക്കിലാണ് പോയത്. അല്ലെങ്കിൽ സാധാരണ കാറിനാണെങ്കിൽ കാറിന് ഇരുന്നിട്ട് നമ്മൾ വർത്തമാനം പറയുന്നല്ലേ. ബൈക്കിലായതുകൊണ്ട് അതും പറ്റിയിട്ടാ. വേഗം വീട്ടിലേക്ക് വന്നു. നിച്ചൂട്ടിനെ കൂട്ടേണ്ട സമയമായി. ഒരു 3 മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തി. ഒരു 3:20 ആകുമ്പോഴല്ലേ നിച്ചൂട്ടിനെ കൂട്ടാൻ പോവാം. അപ്പോൾ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അമ്മക്ക് നല്ല പനിയാണ്. അമ്മക്ക് ശരിയാവുന്നേ ഉള്ളൂ. എനക്ക് വന്നിട്ട് കഫക്കെട്ടിൽ ഏകദേശം മാറി. പക്ഷെ അമ്മക്ക് ഉണ്ടത്ര. ഇന്ന് ആദ്യം പോയിട്ട് കാണിച്ചിന്. നമ്മളെ പോട്ടെ, ലെറ്റ്സ് ഗോ. നമ്മൾ അങ്കൻവാടിയിലെത്തിയേ, വിട്ടിട്ടില്ല. നിച്ചുവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ചെറുങ്ങനെ കളിക്കേന്ന് തോന്നുന്നു. അപ്പം നിച്ചൂട്ടിനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ബാക്കി അമ്മമാരെല്ലാം വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. നീ എത്ര ചെറുതാണ്, നീ ഇത്ര പൊരിയിലില്ലു ആകാ, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കളിയാക്കുന്നത്. എന്താ ഞാനൊരു നോട്ടം വെച്ച് കൊടുത്തത് കേട്ടോ. ഞാൻ വലുതാണെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ വലിപ്പം കാണിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നിച്ചൂട്ടി വരട്ടെ ഇനി. നിച്ചൂട്ടി അങ്കൻവാടി പോയിട്ട് വന്നാ? എന്നാ തിന്നുന്നേ? എന്താ തിന്നുന്നേ? കളി വേണേ? ഏട്ടാ സിനിമ എങ്ങനെയുണ്ട്? നല്ല കോമഡി അല്ലേ? കോമഡി ഉണ്ട് നല്ല. സിനിമ നല്ല തന്നെ കേട്ടോ. നല്ല കോമഡി ഫിലിമാണ്. കഥ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥ. ഒറ്റ ഒരു സ്റ്റോറി തന്നെയാണ്. അതിങ്ങനെ നൂലാമാലയായിട്ട്. പക്ഷെ നല്ല കോമഡി ഉണ്ട്. ബേസിലിന്റെയും പിന്നെ സിദ്ദിഖ് നല്ല അടിപൊളി ഉണ്ടായിനി. ബൈജു അവരെല്ലാവരും നല്ല അടിപൊളി. ഇവരെല്ലാം നമ്മളെ പേര് പറയുന്ന റെസ്പെക്ട് കുറവുള്ളതുകൊണ്ടല്ല കേട്ടോ. നമ്മൾ സാധാരണ സിനിമ നടന്മാരെല്ലാം പേരല്ലേ പറയുക. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാന്നേ. അപ്പം അവരെല്ലാം നല്ല ആക്ടിങ് ഉണ്ടായിനി. നല്ല രസം ഉണ്ടായിനി. കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് നല്ലോണം ചിരിക്കാനെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് കളിപ്പെണ്ണെ. ഇന്നലെ എന്റെ മോള് അമ്മേനെ ഇപ്പൊ നല്ലോണം സഹായിക്കുന്ന ഭാവിയാന്നേ നിച്ചൂട്ടി. അമ്മേനെ കൊറേ ഹെൽപ്പ് ചെയ്യലുണ്ടല്ലേ അടുക്കളയില്. അല്ല മോളിപ്പോ ഉണ്ടല്ലോ, ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവിടെ സ്റ്റൂളിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പൊ നമ്മള് ഫാസ്റ്റായി നമ്മളെ പണി നീങ്ങുന്നത് അറിയില്ല. ഇന്നലെ ചപ്പാത്തി പരത്തുമ്പോ ചുടുമ്പോ എല്ലാം അവിടെ ഇന്ന് വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും ആ പണി തീർന്നത് അറിഞ്ഞിട്ടില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ട് തീർന്നിനെ. നല്ല മുത്താന്നല്ലേ. എല്ലാ ദിവസവും അങ്കൻവാടിക്ക് വന്ന സർപ്രൈസ് വേണം എന്തെങ്കിലും. അതാണ്. ഇപ്പൊ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാന്നേ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, നിച്ചൂട്ടി വന്ന ശേഷമാണ് നമ്മുടെ ചായ കുടീന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ചായ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓ എന്നാടാ ഒച്ചയാക്കിക്കൊണ്ട് വരുന്നേ. നമ്മള് വരുമ്പോ കടി മേടിച്ചിട്ടുണ്ടായിനെ. അതും ഉണ്ട്. പഴംപൊരി. ഇത് നിച്ചൂട്ടിക്കാന്നേ. പഴംപൊരി ഉണ്ട്.
പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമുണ്ട്, ഗോളി ബജി. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. ഇതാണ് സാധനം, ഗോളി ബജി. ഇത് എരിവാണ്, മധുരല്ലേ. ചെറിയ മുളകും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ഒരു സാധനം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊരു ചട്നിയും ഉണ്ട്, ആ ചട്നിയും കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ വെള്ള ചട്നി ഉണ്ടാവലുണ്ട്. എന്നാടാ ഫിനിഷായാ? ഓക്കെ, അമ്മ ചായ എടുത്തിട്ട് വരേ. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് വൈകുന്നേരമായേ. അടിച്ചു വരലും കഴിയുമ്പോഴേക്കും ആ ഡ്രസ്സ് നല്ലോണം മുഷിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് മാറ്റി വേറെ നൈറ്റ് എടുത്തിട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഫിഷ് വാങ്ങിച്ചിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയക്കൂറ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വലിയ അയക്കൂറ. അപ്പോൾ ഫിഷ് ബിരിയാണി ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് രാത്രിയത്തേക്ക് എന്തായാലും ഫിഷ് ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ സ്ഥിരം ബിരിയാണി വ്ളോഗ്സിൽ ഏട്ടൻ ഉള്ളി മുറിക്കുന്നത്, ചിക്കൻ കഴുകി തരുന്നത് കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്ന് ചിക്കൻ അല്ലാത്തതുകൊണ്ട് ആ പണിയില്ല. ഏട്ടന് ഉള്ളി മുറിച്ച് തരുന്നുണ്ട് കേട്ടോ. എന്തായാലും നിച്ചൂട്ടിയുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്, ഇലയിലായിട്ട് ഓടുന്നുണ്ട്. ഒരു സിമ്പിൾ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. പെട്ടെന്ന് കുക്കറിലാക്കുന്നത്. ഞാനിത് ഈ ഒരു കപ്പിനാണ് അരി അളന്നെടുത്തിട്ടുള്ളത്. ഇതിന് 1 കപ്പ് അരിയാണെങ്കിൽ നമ്മൾ 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ എടുക്കുക. 2 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ കപ്പിൽ ഞാൻ ഒരു 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇരട്ടി 3 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചൂടാക്കി വെക്കുക. അപ്പോൾ ആ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കണക്കിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും കേട്ടോ. സിമ്പിളാണ്, ഒറ്റൊരു വിസിൽ നമ്മൾ കാര്യം സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്തായാലും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. എന്ത് സന്തോഷം ഇന്ന്, ഗഗ്ഗയിലാണല്ലോ ഇന്ന്. എൻ്റെ മോൾ ഇങ്ങനെയാണ് അമ്മേനെ കാത്തിരിക്കുക, പണിയെടുക്കുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കുണ്ടല്ലോ ഏട്ടൻ നെയ്ച്ചോറിനെ കുളിപ്പിക്കാൻ പോകുന്നുണ്ടായിനെ. അപ്പോൾ എൻ്റെ നെയ്ച്ചോറിൻ്റെ വെള്ളം എടുത്തിട്ട് കുളിപ്പിക്കാൻ പോകാൻ നിൽക്കുന്നുണ്ടായിനെ. അതാണ് ഞാൻ പറയുന്നത്, അയ്യോ അതായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കൊല്ലട്ടി, ഞാൻ കറക്റ്റ് അളന്നിട്ടെല്ലാം വെച്ച വെള്ളം എന്ന് പറയുന്നിട്ട് വേഗം വേറെ വെള്ളം ചൂടാക്കി കൊടുത്തേ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അത്ര മതിയാവും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വാട്ടിയെടുക്കണം. മുന്തിരി കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്, കിസ്മിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് കളർ മാറുമ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നേർങ്ങനെ അരിഞ്ഞത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂപ്പിച്ച് ഇങ്ങനെ കരിച്ചെടുക്കൂലേ നമ്മൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നെയ്ച്ചോറിൻ്റെ മുകളിൽ ലാസ്റ്റ് വേറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഒന്ന് നല്ലോണം കരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സെറ്റാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് അതിനകത്ത് ബാക്കി ഉണ്ട്, അത്ര നമ്മളിത് ചൂടാക്കിയത്. അതിനകത്തേക്ക് കുറച്ചും കൂടെ നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ നെയ്യ് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ആദ്യം മുകളിൽ ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഫുൾ ഈ സമയത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുക. നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ 3 സാധനമാണ് നമ്മൾ സ്ഥിരം വാങ്ങിച്ച് വെക്കാറുള്ളത്. അതുകൊണ്ട് ആ 3 സാധനങ്ങളും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ തന്നെ. അപ്പോൾ ആ ഊറ്റി വെച്ച അരി കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും ഇതൊക്കെ സെറ്റാക്കി വരുമ്പോഴേക്ക്. ഇനി ഈ ഉള്ളി മൂത്ത് വരുമ്പം ആ അരി അതിനകത്തേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അധിക സമയമൊന്നും വേണ്ട, എന്നാലും ഒരു 1 മിനിറ്റോളം നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുക. അരി ഇങ്ങനെ നനവില്ലാണ്ട് ഇടുന്നതും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായപ്പോഴേക്ക് നമ്മുടെ നേരത്തെ തിളപ്പിച്ച് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. സിമ്മിലിട്ട ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, ഒരു 2.25 ഗ്ലാസ്സാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടിയിൽ ഒരു 1/4 ഭാഗം കുറച്ചിട്ട് ഒഴിച്ചാൽ മതി. അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ഫുൾ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലോണം കുഴഞ്ഞു പോകും അരി. അപ്പോൾ 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാലും 1.25 ഗ്ലാസ് ഒഴിക്കണ്ടോ എന്നർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴേക്ക് ഉപ്പ് കുറച്ച് പൊങ്ങി നിൽക്കണം, കുറച്ച് അധികം എന്നുള്ള രീതിക്ക് ഉപ്പ് ഉണ്ടാവണം. എന്നാലാണ് അരി ചോറായി വരുമ്പോഴേക്ക് കറക്റ്റ് ആവുക. അപ്പം മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റൊരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച്
ഇങ്ങനെ ലോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും നിച്ചൂട്ടി എനിക്ക് പാൽപ്പൊടി വേണം അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട് ഓരോ സാധനങ്ങളെ. അപ്പോൾ അങ്ങനെ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ നിച്ചുവിന് വിശക്കുന്നുണ്ടാവുമല്ലോ, അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കുട്ടി ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടി ദോശയാക്കിയിട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിസിലടിച്ചിട്ടുണ്ടേ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. വിസിലടിച്ച ഉടനെ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് അതെടുത്ത് താഴെ വെക്കും. വീണ്ടും ആ ബർണറിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല, കുക്കർ എടുത്തിട്ട് താഴെ വെക്കുക കേട്ടോ. ഇനി അതിനെ മൈൻഡ് ചെയ്യേണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ. ബാക്കി പണിയെല്ലാം കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഗ്യാസ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രഷർ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ മതി, അപ്പോഴേക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ദോശ ഇടുന്ന സമയത്ത് ഞാൻ പണിയെടുക്കുന്ന സമയത്താണ് നിച്ചുട്ടി വന്നിട്ട് ഇപ്പോൾ അംഗനവാടിയിലെ വിശേഷങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞുമക്കൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കുമല്ലേ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാൾ വന്നിനി, ഇന്നാൾ വന്നിട്ടില്ല, അവർ ടീച്ചർ അവർക്ക് അടി കൊടുത്തിനി, ചീത്ത പറഞ്ഞിനി, അങ്ങനെയുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കി മാവും കൂടെ ഫുള്ളായിട്ട് ചുട്ടു കേട്ടോ. ഇത് അമ്മക്ക് വേണ്ടിയിട്ടാണ്. അമ്മക്ക് ഞാൻ പറഞ്ഞല്ലോ പനിയെല്ലാം മാറി വരുന്നേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്മ ചമ്മന്തിപ്പൊടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് അമ്മക്ക് 2 ദോശയാക്കിയിട്ട് അത് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോഴേക്കും എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബിരിയാണി എല്ലാം ഇവിടെ നിൽക്കട്ടെ തൽക്കാലം, വിശപ്പ് മാറ്റിയാൽ മാത്രമേ ഇനി ബാക്കി പണിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ബാക്കി മാവും കൂടെ കംപ്ലീറ്റ് ചുട്ട് ഞാനും അച്ഛനും എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അങ്ങനെ പ്രഷറെല്ലാം പോയപ്പോൾ ഞാനിതാ ഓപ്പൺ ആക്കി നോക്കി കുക്കർ. ഇതാ റൈസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കിയ ഉടനെ നിങ്ങൾ ചിലപ്പോൾ കയ്യിലിട്ട് ഇളക്കി നോക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യേണ്ട, ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇതാ ഞാൻ എല്ലാം ഒന്ന് അടുത്തിട്ടിട്ടുണ്ട്. എൻ്റെ പകുതി കുളി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ദോശയെല്ലാം കഴിച്ചിട്ട് കുളിച്ച്, തല മാത്രം കുളിച്ചു, മേല് കഴുകിയിട്ടില്ല. എന്താ വെച്ചാൽ എന്തായാലും വേർക്കും ഇനി ബിരിയാണി ആയി വരുമ്പോഴേക്ക്. അപ്പോൾ പിന്നെ വീണ്ടും 2 വട്ടം ഡ്രസ്സ് മാറ്റാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് തല മാത്രം നേരത്തോടെ കഴുകി. ഇനി മേല് കഴുകണം. എൻ്റെ ബിരിയാണി പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇത് മസാല ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാള വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. മീൻ നമ്മളെ ഇതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ, തണുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇതിനപ്പുറം ഫ്രൈ ആക്കാൻ ഇടണം. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ലേ. നെയ്ച്ചോറ് മാത്രം ഒരു യൂസ്ഫുൾ ആയ സാധനമല്ലേ, ആർക്കെങ്കിലും അറിയാണ്ടുണ്ടെങ്കിലേ അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതാണ്. അതിന് കൂട്ടത്തിൽ തന്നെ പാത്രമെല്ലാം ഏകദേശം ഒഴിഞ്ഞോട്ടെ. കുറച്ച് പാത്രം ഉണ്ടായത് അച്ഛൻ സഹായിച്ചിട്ട് കഴുകി തന്ന്. അപ്പം അതും അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ഇതും കൂടെ വേഗം തട്ടിക്കൂട്ടട്ടെ. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം സ്പൈസി അല്ലാത്ത മസാലയാണ് കേട്ടോ ആക്കുന്നത്. അതാണ് ഇവിടെ നിച്ചുട്ടിക്കായാലും അച്ഛനായാലും എല്ലാം അധികം സ്പൈസി ആയിട്ടുള്ള മസാല ഇഷ്ടമല്ല. മീനും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഇത്ര മാത്രമല്ലേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ആ ഫ്രൈ തലേന്ന് തന്നെ മേടിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മീനിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവള് ഫുള്ള് വൃത്തിയാക്കിയടാ. അമ്മ കണ്ട് എന്ത് രസമാണെന്ന് അറിയാം. മോള് അമ്മ പണിയെടുക്കുന്ന സമയം കൊണ്ട് മോളെ കളിപ്പാട്ടെല്ലാം പെറുക്കി ബാസ്ക്കറ്റിലെല്ലാം ഇട്ട് അവള് നീറ്റാക്കി വെച്ചല്ലേ. ഗുഡ് ഗേൾ, കൺഗ്രാറ്റ്സ്, കീപ് ഇറ്റ് അപ്പ്. അതുകൊണ്ട് ബിരിയാണി തരാട്ടാ. ഉമ്മ ഐ ലവ് യു നിച്ചു. പോകും. കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയും റെഡിയായി, ഫിഷും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമേ. ഫസ്റ്റ് തന്നെ നെയ്ച്ചോറാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സംഭവങ്ങളെല്ലാം ആക്കുമ്പോഴേക്കും ആ നെയ്ച്ചോറ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് വരും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇച്ച എങ്ങനെ കാണുന്നില്ല, എങ്ങനെ അതാരാ പഠിപ്പിച്ചേ? ഒറ്റക്ക് പഠിച്ചതാ? ഓക്കെ, അങ്ങനെ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് മേലും കൂടെ കഴുകിയിട്ട് വന്നേ. കുളിച്ചിട്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഞാനും ഏട്ടനും അച്ഛനും നിച്ചുട്ടിക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അമ്മ നേരത്തെ ദോശ കഴിച്ചല്ലോ, ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ ഫിഷ് വെച്ച് അതിനകത്ത് മസാല ഇട്ട് അതിൻ്റെ മുകളിൽ റൈസും എല്ലാം ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. പണ്ടൊന്നും എനിക്ക് ഈ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അത്ര കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ലേ. ഇപ്പം ആക്കി ശീലമായപ്പം ഇപ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറായാലും എല്ലാം എനിക്ക് ഭയങ്കര എന്തോ വലിയ കാര്യം പോലെയായിരുന്നു പണ്ട് തോന്നിയത്. കാരണം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ നമ്മൾ നെയ്ച്ചോറൊന്നും ഇടക്കിടക്കൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. ഇവിടെ വന്ന ശേഷമാണ് അമ്മ ഇവിടെ സ്ഥിരമാക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ആക്കാൻ തുടങ്ങിയത്. പക്ഷെ അമ്മ മിക്കവാറും ഓപ്പൺ പോട്ടിലാണ് ആക്കല്, ഞാൻ കുക്കറിലാണ് ആക്കല്. അത്ര വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് കല്യാണത്തിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ അടിയിൽ മസാലയും ചിക്കനായാലും അടിയിലായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൈസൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ആ രീതിക്കാണ് ഞാൻ ഇന്ന് സെറ്റ് ആക്കുന്നത്. ശരിക്കും നല്ലയുണ്ടാ? മസാലയെല്ലാം നല്ലയുണ്ടാ? അപ്പം നിച്ചുട്ടിൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി നമ്മുടെ പഴയ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് കാണലാണ് കേട്ടോ. അതും കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിക്കുക. നിച്ചുട്ടി അത് മാറ്റാൻ വിടുകയില്ല. അപ്പോൾ നമ്മൾ വേഗം കഴിക്കട്ടെ.
അപ്പോൾ ബിരിയാണിയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. ഫുഡെല്ലാം കഴിച്ച് സമയം 9:15. ഇപ്പം ഈ ഒരു സമയമാകുമ്പോഴേ നിച്ചുട്ടിന് ഉറക്കലുണ്ട് കേട്ടോ. നിച്ചുട്ടി ഉച്ചയ്ക്ക് അംഗനവാടിയിൽ നിന്ന് ഉറങ്ങൂല, ബാക്കി കുട്ടികളിൽ ഉറങ്ങുവേ. പക്ഷെ നിച്ചുവിന് എന്തോ ഞാനില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അംഗനവാടിയിൽ നിന്ന് എന്ത് പറഞ്ഞാലും ഉറങ്ങൂല. അപ്പോൾ രാത്രി നേരത്തെ ഉറക്കം വരും. രാവിലെ എണീക്കേണ്ടതല്ലേ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ വെള്ളിയാഴ്ച, അപ്പം നാളെ അംഗൻവാടി പോകണം, മറ്റന്നീ കൂടെ പോകണമല്ലോ ഈ ആഴ്ച. അതുകൊണ്ട് വേഗം ഉറക്കലുണ്ട്. പക്ഷെ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ പുറത്ത് ഞാൻ ഉറങ്ങൂല, ഇപ്പോഴേ ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കളിക്കുമെന്ന്. ഇപ്പോൾ വരും അച്ഛനും മോളും കൂടി. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് എൻഡ് ചെയ്യാന്ന് തോന്നുന്നുണ്ട്. അമ്മ കുറച്ച് കഞ്ഞി കുടിച്ചു. അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ. എനിക്ക് അമ്മക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നമുക്കായാലും അച്ഛനായാലും എന്തോ ഭയങ്കര ടെൻഷനാണ്. അന്നേരം ഞാൻ ഇങ്ങനെ ഫുഡൊന്നും നേരവണ്ണം കഴിക്കാണെന്ന പിള്ളേർക്കാളും കഷ്ടമാണ് അമ്മ. ഫുഡ് കഴിക്കുകയില്ല. അസുഖം എന്തെങ്കിലും വരുമ്പം തന്നെ ഒന്നും കഴിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ നിർബന്ധിച്ച് കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇപ്പം നേരത്തെ ദോശ കഴിച്ച് ഇപ്പം കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇന്നും കൂടെ മരുന്നെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ശരിയാവുമായിരിക്കും. അപ്പം റെസ്റ്റ് എടുക്കട്ടെ. 3-4 ദിവസമായിട്ട് ഇപ്പം റെസ്റ്റെല്ലാം എടുത്ത് സെറ്റായിട്ട് വരുന്നുണ്ട്. നാളത്തേക്ക് ശരിയായി മതിയായിരുന്നു. അച്ഛനും ചെറിയ ചുമയെല്ലാം ഉണ്ട്. നാളത്തേക്കാവുമെന്ന് വിചാരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.